ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ രാത്രിയിലത്തെ ഫുഡ് ഉണ്ടാക്കൽ പരിപാടിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവളെ കൊണ്ടുവന്ന് അപ്പുറത്താക്കുക. അപ്പുറത്താക്കിയിട്ട് വന്നതിന് ശേഷം ഉരുളക്കിഴങ്ങും സവാളയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പുട്ടും ഉരുളക്കിഴങ്ങ് കറിയും വയ്ക്കാനാണ് എൻ്റെ ഉദ്ദേശം. അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങും റെഡിയാക്കി സവാളയും റെഡിയാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. കുറച്ച് കൂട്ടത്തിൽ പച്ചമുളകും കൂടി ഇത് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയും പച്ചമുളക് എടുക്കേണ്ട കാര്യം ഞാൻ വഴിയെ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് യൂഷ്വലി ചെയ്യുന്ന പോലെ കടുക് താളിച്ച് ഇത് വേവിക്കാൻ വയ്ക്കുക. എണ്ണയും കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി താളിച്ചതിന് ശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങിൻ്റെ സംഭവം എടുത്ത് ഇട്ട് വേവിക്കാൻ വയ്ക്കുക. ഈ അമ്മാളുവിനെ കൊണ്ടാക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ ട്രൈപോഡ് വാങ്ങിയിട്ട് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം അത് ഇവൾ കണ്ടു കഴിഞ്ഞ് ഇവളത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നാല് കാല് നാല് സ്ഥലത്തുനിന്ന് ഞാൻ എടുക്കേണ്ടി വരും. അതിനേക്കാളും നല്ലത് അവൾ അപ്പുറത്ത് കൊണ്ടാക്കുന്നതല്ലേ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇത് സെറ്റ് ചെയ്ത് വേവിക്കാൻ വയ്ക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എനിക്ക് എപ്പോൾ ഉപ്പിട്ടാലും കൂടിപ്പോവും. എനിക്കറിയില്ല, എനിക്ക് ജന്മനാ കിട്ടിയതെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി അന്നൊക്കെ എനിക്ക് ഉപ്പ് കുറച്ച് കൂടുതലാണ്. അത് വേവിക്കാൻ വെച്ച ശേഷം നമ്മൾ പുട്ടിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് മാവും, ഗോതമ്പ് പുട്ടാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ സ്ഥിരം രാത്രി ഗോതമ്പാണ്. ഒന്നുകിൽ ദോശ അല്ലെങ്കിൽ പുട്ട്, അങ്ങനെ എന്തെങ്കിലും. മിക്കവാറും പുട്ട് ദോശ മാറി മാറി വരും. അപ്പം അത് കഴിഞ്ഞിട്ട് പുട്ട് നനയ്ക്കുക. എനിക്ക് ഈ ഗോതമ്പ് പുട്ട് നനയ്ക്കുന്നതിനോട് ഭയങ്കര ഇഷ്ടമാണ്. ശരിയാവുകയും ചെയ്യും. എല്ലാവർക്കും ശരിയാവത്തില്ല. ചിലവർക്കൊക്കെ ഗോതമ്പിൽ മറ്റേ ഉണ്ട കെട്ടിപ്പോകുന്നൊക്കെ പറയും. പക്ഷേ എനിക്കെന്തോ ഗോതമ്പ് മാവ് നനയ്ക്കുന്നതിന് പ്രത്യേക കഴിവുണ്ട്. അതൊക്കെ ഞാൻ നന്നായിട്ട് നനച്ചെടുത്തതിന് ശേഷം ഞാൻ എപ്പോഴോ അറിഞ്ഞതാണ് കേട്ടോ, ഇത് നനഞ്ഞാന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ ഊതി നോക്കുമ്പോൾ പൊടി പറക്കുകയാണെന്നുണ്ടെങ്കിൽ നനഞ്ഞില്ല, പറന്നില്ല എന്നുണ്ടെങ്കിൽ നനഞ്ഞു വന്നു. അതെപ്പോഴും എൻ്റെ ഇതിൽ കേട്ടതാണ്. പക്ഷേ അതിൽ എത്രത്തോളം സത്യം ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഞാനത് കേട്ട നാൾ മുതൽ ഇന്ന് വരെ അത് ഫോളോ ചെയ്യുന്നുണ്ട്. എന്ത് കാര്യത്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനത് ഫോളോ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മാവൊക്കെ നനച്ചെടുത്ത് പിന്നെ തേങ്ങ ഞാൻ ഈ ഉരുളക്കിഴങ്ങ് കറിക്ക് കുറച്ച് പിഴിഞ്ഞൊഴിക്കാനും കൂടി എടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും അങ്ങനെ എടുക്കാറില്ല. ചില സമയത്ത് ഈ ചിരവ മുകളിലോട്ട് കയറ്റി വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം എൻ്റെ കുട്ടി വന്ന് അതിനെടുത്ത് മണ്ടയിലോട്ട് ഇടും. അതുകൊണ്ടാണ് അത് കയറ്റി വെക്കുന്നത്. എപ്പോഴും പുറത്ത് വെച്ച് അങ്ങനെ സാധാ വെക്കണ പോലെ വെച്ചാൽ മതി. പക്ഷേ ഇവളെ എനിക്ക് തീരെ വിശ്വാസമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഉരുളക്കിഴങ്ങിന് വേണ്ടി പിഴിഞ്ഞൊഴിക്കുന്ന തേങ്ങ അതിൽ പിഴിഞ്ഞ് ഒഴിച്ചതിന് ശേഷം അത് മാറ്റി വയ്ക്കുക. ഞാൻ എപ്പോഴും കറി വയ്ക്കുമ്പോൾ ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കാറില്ല കേട്ടോ, ചില ദിവസങ്ങളിൽ മാത്രം. എനിക്ക് വലിയ ടേസ്റ്റിന് വ്യത്യാസമുള്ളതായിട്ടും തോന്നിയിട്ടില്ല. എന്നിട്ട് അവിടെയൊക്കെ വീണയിലൊക്കെ ഞാൻ തുടച്ച് പറക്കി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പൊടികളായിട്ട് നമ്മൾ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഇത്രയാണ് ഇടുന്നത്. മുളക് പൊടി ഇടുന്നില്ല. കാരണം നമ്മൾ നേരത്തെ ഇതാണ് പച്ചമുളക് നമ്മൾ നേരത്തെ ഇട്ടത് ഈ മഞ്ഞ കളറിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പച്ചമുളക് ഇച്ചിരി അധികം ഇടും. മുളക് പൊടി ഇടാറില്ല. അത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഉരുളക്കിഴങ്ങ് വെന്തിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് കുറച്ച് പാത്രം കിടന്നതിനെ കഴുകിയെടുക്കുന്നുണ്ട്. കുറച്ച് പാത്രം ഉണ്ടായിട്ടുള്ളൂ, വളരെ കുറച്ച് പാത്രം. അപ്പോൾ അതിനങ്ങ് കഴുകിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് വേണ്ടിയിട്ട് നിൽക്കണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതും കൂടെ റെഡിയാവും. അത് കഴിഞ്ഞ് അതൊക്കെ ഞാൻ കഴുകി അവിടെയൊക്കെ ഞാൻ ക്ലീൻ ആക്കി ഇടുന്നുണ്ട്. പാത്രം കഴുകുമ്പോൾ ഒരു ക്ലീനിങ് എപ്പോഴും ഉള്ളതാണ്. അതായത് അതിൻ്റെ ബാലൻസ് ആയിട്ട് വരുന്നതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എനിക്ക് പുറത്ത് നിറയെ വെള്ളം നിറയ്ക്കും കേട്ടോ. ഇങ്ങനെ പാത്രം കഴുകൽ, തുണി കഴുകലൊക്കെ ആകുമ്പോൾ ഞാൻ മൊത്തത്തിൽ കുളിക്കാറാണ് പതിവ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ക്ലീനൊക്കെ ആക്കി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ കറി അടുപ്പത്തിരിക്കുകയാണ്. അത് മാറ്റിയിട്ട് വേണം നമുക്ക് പുട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പുട്ടിന് വേണ്ടിയിട്ട് മാവ് നനച്ച് വെച്ച മാവും എപ്പോഴും ഇടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് തേങ്ങയും മാവൊക്കെ ഇട്ട് ഇത് സാധാരണ ചേട്ടൻ വന്നതിന് ശേഷമാണ് ഫുഡ് ഉണ്ടാക്കാറ്. പക്ഷേ ലേറ്റ് ആവുമെന്നും എൻ്റെ അടുത്ത് ഉണ്ടാക്കി വെച്ചോളം പറഞ്ഞതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ചു. ചേട്ടൻ ഇതെപ്പോൾ വന്നത് ഞാൻ കണ്ട്, സ്വന്തമായിട്ടാണ് എടുത്ത് കഴിച്ചത്. ഞാൻ എപ്പോൾ കഴിച്ചു എന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. കഴിച്ചതിന് ശേഷമാണ് ഇതുപോലെ കഴിച്ചു എന്ന് പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അല്ലാണ്ട് ഞാനൊന്നും എടുത്തു കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. വന്ന് എടുത്ത് കഴിക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ വന്നതിന് ശേഷം ഉണ്ടാക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്ത് പോകാൻ നേരത്തെ പറഞ്ഞിട്ട് പോയി, വരുമ്പോൾ താമസിക്കും ഉണ്ടാക്കി വെച്ചോളാൻ വേണ്ടിയിട്ട്. അപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ ഉപ്പ് ചെറുതായിട്ട് കൂടിയെന്നുള്ളതല്ലാതെ നല്ല കറിയായിരുന്നു. എന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ പുട്ടിന് ആവി വന്നിട്ടുണ്ട്. പുട്ടിന് ആവി വന്നതിന് ശേഷം പുട്ട് തള്ള. എനിക്ക് പുട്ട് തള്ളാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ പുട്ട് തള്ളി ഇറക്കും. പക്ഷേ അതിന് മുന്നോട്ടൊന്നും അത്ര ഇഷ്ടമല്ല. പക്ഷേ പുട്ട് തള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് അടുത്ത് പുട്ടിനുള്ളത് സെറ്റ് ചെയ്ത് വയ്ക്കണമല്ലോ. അതെ. അപ്പോൾ അമ്മാളുവിന് പുട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. പക്ഷേ അവൾക്ക് പുട്ട് കൊടുക്കേണ്ടി വന്നില്ല. അമ്മയ്ക്കും വേണ്ടാന്ന് പറഞ്ഞു. അമ്മ ചോറൊക്കെ ഉണ്ടെങ്കിൽ അമ്മ ചോറായിരിക്കും കഴിക്കാറ് കൂടുതലും. അപ്പോൾ ഏട്ടന് മാത്രമേ പുട്ടിൻ്റെ ആവശ്യമുള്ളൂ. അമ്മാളുവിനും കൂടെ കരുതിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനെ അതൊക്കെ വെച്ച് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ
നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടല്ല നിങ്ങൾ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ അത് വെച്ചിട്ട് ഞാൻ അപ്പുറത്ത് അമ്മോളിനെ എടുക്കാൻ പോയി. എനിക്കറിയാം ഇവൾ വരത്തില്ല, രാത്രി ഇവൾക്ക് ഭയങ്കര ഇതാണ്. ഞാൻ വിളിച്ചപ്പോൾ അങ്ങ് പോയി. അപ്പോൾ ഞാൻ കരുതി കുട്ടി ഭയങ്കര അനുസരണമുള്ള കുട്ടിയായിരിക്കും, വന്നു എന്ന് കൂടെ. പക്ഷേ പിന്നീട് അവൾ തിരിച്ച് എന്നെ കളിപ്പിച്ചതാണ്. പിന്നെ കാശിലൂടെ കളിയായി, എൻ്റെ മണ്ടേ കയറലായി. അവസാനം അവൾ വരുന്നില്ല, എൻ്റെ കൂടെ വരുന്നില്ല. അപ്പം തന്നെ ഏതാണ്ട് ഒരു 10 കാലമൊക്കെ ആയിട്ടുണ്ടാവും. അവസാനം വല്യമ്മയ്ക്ക് ഉമ്മ കൊടുത്ത് വല്യമ്മയും കാശിയൊക്കെ അവൾക്ക് പോയി. എന്നിട്ട് അവൾ വരുന്നില്ല, അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വാടി നമുക്ക് പോകാം, വാ അമ്മാളൂ എന്ന് വിളിച്ചിട്ട് കുട്ടി വരണേ ഇല്ല. അങ്ങനെ എന്ത് ചെയ്തു, പിന്നെ മാമച്ചടുത്ത് കളിയായി. മാമി ഫോൺ വിളിക്കുന്നു, അവൾ സംസാരിക്കുന്നു. എന്താ സംസാരിക്കുക, ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയും, അത് തന്നെ പറയുന്നത്. എന്നാൽ അപ്പം ഞാൻ നോക്കിയപ്പോൾ TV ഇട്ടേക്കുന്നത്, സിനിമയുടെ പേര് കളിയിൽ അല്പക്കാര്യം. നോക്കിയപ്പോൾ പഴയ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മാമച്ചിക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പിന്നും കയറിപ്പോയി കസേര എടുക്കാൻ പോകും. എന്തിനാണ് ഇവളിങ്ങനെ പോണേന്ന് എനിക്ക് അറിഞ്ഞൂടാ. കസേര എടുക്കുന്നു, അതിനെടുത്ത് വീട്ടിലൊരു കസേര ഓൾറെഡി അവളെ കസേര ഉണ്ട്, പക്ഷേ ഇത് അവിടെ അവൾക്ക് വാങ്ങിച്ചിട്ടേക്കുന്ന കസേരയാണ്. അതിനെ എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി പോകണം. അപ്പോൾ അപ്പച്ചി പറഞ്ഞ് കൊണ്ടുപോട്ടെ, എന്നാലും അങ്ങനെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ വരട്ടെ അത്. അപ്പോൾ നോക്കിയപ്പോൾ അതിനെ ഇട്ടിട്ട് സ്റ്റൂളിനെടുക്കുന്നു. ആ സ്റ്റൂളിനെ എടുത്തുകൊണ്ട് വരാൻ പോകുന്നു. ഞാൻ എന്നിട്ട് പറഞ്ഞു എടി വാ എന്ന് വീണ്ടും ഞാൻ വിളിക്കുന്നുണ്ട്. ഇവള് പറഞ്ഞില്ല. അവസാനം ഞാൻ വീട്ടിൽ പോയപ്പോൾ പറയുക അവളെ മാമച്ചി കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കൂടെ പോകാൻ വേണ്ടി ഇറങ്ങി. വീണ്ടും ഞാൻ പിടിച്ച് കെട്ടിയ പോലെ വന്ന് കൊണ്ടുവന്ന് അപ്പോൾ ഇതിൽ നമ്മൾ പോയി കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.